ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിൻ്റെയും പാറുവിൻ്റെയും വീട്ടിലെത്തിയിരിക്കുന്ന വിപിനെയും അംബികയുമാണ്. വിപിനെയും കൂട്ടി വിശാല് കടയിലേക്ക് പോകുമ്പോൾ അംബിക തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് പാറുവിനോട് പറയുന്നു. പല്ലവി തന്നെ അപമാനിച്ച കാര്യമെല്ലാം അംബിക പറയുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് പാറുവും. അതേസമയം വിപിൻ അങ്ങോട്ടേക്ക് വരുന്നു. മോളെ, അവള് ആപത്ത് വിളിച്ചു വരുത്തുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. അവള് ഗർഭിണിയായാൽ അവൾക്കുണ്ടാകുന്ന കുഞ്ഞിന് നാഗദോഷമുണ്ടാകും. വരുന്ന 3 പൗർണമി വരെ വിപിനും പല്ലവിയും ഒന്നു ചേരാൻ പാടില്ലെന്നാ മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ അവളെ ആര് പറഞ്ഞു മനസ്സിലാക്കാനാ? ഇത് കേൾക്കുന്ന വിപിൻ ഞെട്ടലോടെ നിന്നിട്ട് പറയുകയാണ്, അപ്പോ ഇതായിരിക്കുമല്ലേ എന്നെ അവര് തടഞ്ഞത്? ഇല്ല, എന്റെ കുഞ്ഞിന് നാഗദോഷം ഉണ്ടാകാൻ പാടില്ല. പല്ലവി ഈ അടുത്തൊന്നും ഗർഭിണിയും ആകരുത്. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. അംബികയോട് മോശമായി പെരുമാറിയതിന് ഗാർഗി പല്ലവിയെ വഴക്കു പറയുന്നു. എന്നെ ഉപദേശിക്കാനൊന്നും ആരും വരണ്ട. പല്ലവി, ഒരു കാര്യം നീ ഓർത്തോ, നാളെ നീയും ഒരമ്മയാകാനുള്ളതാ. അപ്പോഴേ നീ അമ്മയുടെ വില അറിഞ്ഞോളൂ. പെറ്റമ്മയെ വേദനിപ്പിച്ചവർക്കാർക്കും ഇന്നേവരെ നല്ലൊരു അനുഭവം ഉണ്ടായിട്ടില്ല. നീയും കരുതിയിരുന്നോളാൻ പറഞ്ഞുകൊണ്ട് ഗാർഗി അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയും പാറുവിനെയുമാണ്. കമ്പനിയിലെ ഒരു സ്റ്റാഫായ സുരേഷ് വിശാലിന്റെയും പാറുവിന്റെയും വീട്ടിലേക്ക് വരികയാണ്. സാർ, എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോകണം. പിന്നെ എപ്പോൾ വരുമെന്ന് അറിയില്ല. നമ്മുടെ കമ്പനി നാളെ ഒരു ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ലേലത്തിന് കൊടുക്കേണ്ട തുകയാണിത്. ഇതിപ്പോ മേഡത്തിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാമെന്ന് കരുതിയാൽ അന്നേരത്തേക്ക് ട്രെയിൻ പോകും. അപ്പോ മേഡമാ പറഞ്ഞത് പണം ഇവിടെ ഏൽപ്പിച്ചാൽ മതിയെന്ന്. അത് പിന്നെ സുരേഷേ, ഇതൊരു ചെറിയ വീടാണ്. ഇത്രയും വലിയ തുകയൊക്കെ ഇവിടെ സൂക്ഷിക്കുക എന്ന് വെച്ചാൽ ഒരു രാത്രിയുടെ കാര്യമല്ലേ ഉള്ളൂ സാർ. സാറൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് സുരേഷ് പറയുന്നു. തുടർന്ന് പാറു ആ പെട്ടി വാങ്ങുകയാണ്. ഇത് കാണുന്ന വിശാൽ ടെൻഷനോടെ പാറുവിനെ നോക്കുമ്പോൾ ഇന്നൊരു രാത്രിയുടെ കാര്യമല്ലേ ഉള്ളൂ, ഞാൻ സൂക്ഷിച്ചോളാമെന്ന് പാറു പറയുന്നു. തുടർന്ന് സുരേഷ് അവിടെ നിന്ന് പോകുമ്പോൾ പണവും കൊണ്ട് പാറു അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അംബിക പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് പേടിയോടെ നിൽക്കുന്ന വിപിനെയാണ്. പല്ലവിയുടെയും തന്റെയും ശാന്തി മുഹൂർത്തം കഴിഞ്ഞ കാര്യമെല്ലാം വിപിൻ ഓർക്കുന്നു. പല്ലവി ഇനി പ്രഗ്നന്റ് ആയിരിക്കുമോ? ആണെങ്കിൽ എല്ലാം തീർന്നെന്ന് വിപിൻ ടെൻഷനോട് പറയുന്നു. തുടർന്ന് എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് പല്ലവി അങ്ങോട്ടേക്ക് വരുമ്പോൾ ഒന്നുമില്ലെന്ന് വിപിൻ പറയുന്നു. രാത്രി നേരത്തെ വരണം, ഓരോ നിമിഷവും അമൂല്യമാണെന്ന് പല്ലവി പറയുമ്പോൾ വിപിൻ മനസ്സിൽ പറയുകയാണ്, ഇല്ല, നാഗദോഷമുള്ള ഒരു കുഞ്ഞിനെ പല്ലവി പ്രസവിക്കാൻ പാടില്ല. പിന്നീട് കാണിക്കുന്നത് വിശാലും പാറുവും അംബികയും കൂടി കഴിക്കാനിരിക്കുന്നതാണ്. അതേസമയം കരഞ്ഞുകൊണ്ട് അംബിക പറയുകയാണ്, മോളെ, നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് വിശാൽ മോൻ. എന്റെ മോളെ ഭാര്യയാക്കിയതിനും ഇതേപോലെ സ്നേഹിക്കുന്നതിനും ഞാനും എന്റെ കുടുംബവും മോനോട് 1000 നന്ദി പറയുന്നെന്ന് അംബിക പറയുന്നു. അമ്മേ, പാർവതിക്ക് എന്തു കുറവുണ്ടെന്നാ അമ്മ പറയുന്നത്? പാർവതിക്ക് ഒരു കുറവുമില്ല. പാർവതി എന്റെ മഹാഭാഗ്യം തന്നെയാ. അമ്മേ, അമ്മയ്ക്കൊരു കാര്യം അറിയാമോ? പാർവതി ഉദരത്തിൽ ചുമക്കുന്നത് എന്റെ അമ്മയുടെ ആത്മാവിനെയാണെന്നാ ഞങ്ങൾ പറയുന്നത്. മരിച്ചുപോയ എന്റെ അമ്മ പാർവതിയിലൂടെ പുനർജനിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെടുന്നത് പാർവതിക്ക് വേണ്ടി മാത്രമല്ല, എന്റെ അമ്മയ്ക്ക് കൂടി വേണ്ടിയിട്ടാ. പാർവതിയുടെ അമ്മയെ ഞാൻ എന്റെ സ്വന്തം അമ്മയായിട്ട് തന്നെയാ കാണുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് വിശാല് അംബികയ്ക്ക് ആഹാരം കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് റിയയെയും പ്രഭാവതിയെയും ഒരു കള്ളനെയുമാണ്. പ്രഭാവതി ചോദിക്കുകയാണ്, റിയ, ഇതാണോ നീ പറഞ്ഞ കള്ളൻ? ഇവനെ വിശ്വസിക്കാൻ കൊള്ളാമോ എന്നൊക്കെ പ്രഭാവതി ചോദിക്കുമ്പോൾ ഇവൻ കള്ളന് കഞ്ഞി വെച്ചവനാണെന്ന് റിയ പറയുന്നു. നമുക്ക് നമ്മുടെ പ്ലാൻ കൃത്യമായി തന്നെ നടക്കണമെന്ന് പ്രഭാവതി പറയുമ്പോൾ മേഡം വിഷമിക്കാതെ, ഞാനെല്ലാം നടത്തിത്തരാമെന്ന് അയാൾ പറയുന്നു. ഇപ്പൊ ഞാൻ എന്താണെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പണമൊന്നും വാങ്ങുന്നില്ല. ഞാൻ നിങ്ങളെ ആ പണം ഏൽപ്പിക്കുമ്പോൾ എന്റെ തുക നിങ്ങൾ തന്നാ മതിയെന്നും ആ കള്ളൻ പറയുന്നു. എന്നാൽ നേരം വൈകിക്കേണ്ട, പെട്ടെന്ന് തന്നെ വിശ്വനാഥൻ കോളനിയിലേക്ക് ചെല്ലാൻ പ്രഭാവതി പറയുമ്പോൾ അയാൾ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് സന്തോഷത്തോടെ നിൽക്കുന്ന പ്രഭാവതിയെയും റിയയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.